ഹായ് വെൽക്കം ബാക്ക് ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. അപ്പുക്കുട്ടൻ രാവിലെ ഓട്സ് കഴിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പപ്പ രാവിലെ പോകുമ്പം ഞങ്ങൾ എണീക്കാൻ വൈകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുകളാവുകയോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞങ്ങൾ ഓട്സാണ് പപ്പയ്ക്ക് രാവിലെ ഓട്സാണ് ഉണ്ടാക്കി കൊടുക്കാറ് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്നാവും, പിന്നെ ഹെൽത്തിയാണ്, പപ്പയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ തേങ്ങ വെള്ളം കിട്ടി കേട്ടോ. കാരണം ഇന്ന് പുട്ടായിരുന്നു. പിന്നെ പുട്ട് ഇന്ന് സ്പെഷ്യൽ പുട്ടാണ്, വലിയ സ്പെഷ്യലല്ല. റാഗി അരിപ്പൊടി മിക്സ് പുട്ടുപൊടിയല്ല പുട്ട്, റാഗി അരിപ്പൊടി പുട്ടായിരുന്നു ഇന്ന് മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ പപ്പടം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ഇതിലാണ് സ്റ്റാർട്ട് ചെയ്തത് വിത്ത് 1 കപ്പ് ഓഫ് ബൂസ്റ്റ്. അപ്പം ഇന്ന് രാവിലെ തന്നെ കുളിച്ച് സുന്ദരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് ശിവരാത്രി അല്ലേ. ഇത് ശരിക്കും ശിവരാത്രിയുടെ അന്ന് എടുത്ത വീഡിയോ ആണ്, പക്ഷേ വോയിസ് ഓവർ ചെയ്യാൻ ലേറ്റായി. ഇപ്പം മുന്നത്തെ പോലെ അത്രയ്ക്ക് വലിയൊരു എനർജി ഒന്നും കിട്ടാറില്ല. എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഉറങ്ങിക്കൊണ്ടേയിരിക്കും. എണീക്കാൻ പറ്റാത്ത ഉറക്കമായിരിക്കും ഇപ്പം. അതുകൊണ്ട് 2 ദിവസം മടിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. മടിയല്ല, വയ്യാഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ജിമ്പും ഇല്ലാത്തതുകൊണ്ട് അപ്പൂവിനിപ്പോൾ ഇന്ന് ഓട്സ് കൊടുത്തു. പിന്നെ അതുപോലെ വാമിയും എന്തോ രാവിലെ കഴിച്ചു. ജിമ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർ 3 പേരും കൂടെ TV കാണാനിരിക്കും കേട്ടോ. അന്നിപ്പോൾ ജിമ്പുമില്ല. ജിമ്പ് ഇന്നലെ വൈകുന്നേരം ഇവരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പുലർച്ചയ്ക്ക് തന്നെ അവർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. വലിയേട്ടനും ചേച്ചിയും മമ്മൂട്ടി, ഉണ്ണി, ചേട്ടൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ കൂടെ എല്ലാവരും കൂടെ വാൽപ്പാറയ്ക്ക് ട്രിപ്പ് പോയിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ചേട്ടനും ചേച്ചിയും കൂടെ, എൻ്റെ വലിയേട്ടൻ അവിടെ മണപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത്. തൃപ്രയാർ അടുത്തൊരു ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന വഴി വീട്ടിലാക്കാനുള്ള പ്ലാനായിരുന്നു, പക്ഷേ മിഷൻ സക്സസ് ആയില്ല. ആള് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. കരച്ചിലും ബഹളമൊക്കെ ആയി. അപ്പോൾ പിന്നെ വിനിച്ചേട്ടൻ കൂടുതൽ കമ്പൽ ചെയ്തില്ല. ഇനിയിപ്പം 10th ആൾക്ക് എക്സാം തുടങ്ങുന്നത്. അപ്പോൾ ഇനി റിവിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് അത്യാവശ്യം ഞാൻ റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഇരുന്ന് പഠിക്കും, കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ കളിച്ചൊക്കെ ഇരിക്കും. ഇതിപ്പോൾ രാവിലെ തന്നെ ജിമ്പുവിനെ വിളിച്ചു, പിന്നെ അത് കഴിഞ്ഞ് വിനിച്ചേട്ടനെ വിളിച്ചു. അങ്ങനെ ഇന്ന് രാവിലെ കുറച്ച് വീഡിയോ കോളാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി, കഴിയണമില്ല. കാരണം ഫോണിലാണെന്ന് ഫുൾ ടൈം. പക്ഷേ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ആൾ നന്നായിട്ട് പഠിക്കും കേട്ടോ. കാരണം അവിടെ ആൾ തൃപ്രയാർ ലെമറിലാണ് പഠിക്കുന്നത്. നന്നായിട്ട് പഠിപ്പിക്കും കേട്ടോ. നല്ല ബേസ് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. അവിടെ സിംന എന്ന് പറഞ്ഞ ക്ലാസ് ടീച്ചറാണ്, നല്ല ക്ലാസ് ടീച്ചറാണ് കേട്ടോ. നന്നായിട്ട് ആ ടീച്ചർ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിനകത്ത് ആൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ആൾക്ക് സെറ്റാണ്. വീട്ടിലിപ്പോൾ ഞാനില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തന്നെ ആൾ ഓക്കെ ആയിട്ട് പഠിച്ചോളും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെ സീൻ ഇതാണ്: ഫോൺ കാണില്ല, TV കാണില്ല, ഫുഡ് കഴിക്കാതിരിക്കുക, ഈ വക കാര്യങ്ങൾക്കാണ് അവിടെ പോയി കഴിഞ്ഞുള്ള ബുദ്ധിമുട്ട് കേട്ടോ. അപ്പൂസന്നെ അപ്പോൾ ഒരു പപ്പടമൊക്കെ നൈസായിട്ട് കട്ടെടുത്ത് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അമ്മ നൈസായിട്ട് എന്ത് ചെയ്തു, ഒരു പുട്ടും പഴം കൂടെ വെച്ച് കൊടുത്തു പപ്പടത്തിൻ്റെ കൂടെ. പക്ഷേ പപ്പടം മാത്രമേ ആൾ കഴിച്ചുള്ളൂ, പുട്ടും പഴവും ആൾ അവിടെ തന്നെ വെച്ചു കേട്ടോ. യെസ്. പിന്നെ ലാസ്റ്റ് ഞാൻ ഡേ മൈ ലൈഫ് ചെയ്തതിൽ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേരെനിക്കറിയില്ല, പക്ഷേ അതിൽ പേര് കുഴിമന്തി അങ്ങനെ എന്തോ സംതിങ് പേരാണ്. അപ്പോൾ ആളെനിക്ക് കമൻറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് 3ാമത്തെ കുട്ടി പ്ലാൻ ചെയ്തത് എന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇഫ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാം, ആക്ച്വലി ഒറ്റ കൊച്ചു മതി എന്നായിരുന്നു എൻ്റെ പ്ലാനിങ്, ഞങ്ങളുടെ പ്ലാനിങ്. പക്ഷേ ആക്സിഡൻ്റലി ആണ് അപ്പൂസൻ സെക്കൻഡ് ചൈൽഡ് വന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഭയങ്കര ആക്സിഡൻ്റായിട്ടാണ് 3ാമത്തെ ആൾ വന്നത്. ഞാൻ ആക്ച്വലി കോപ്പർട്ടിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ കൺസീവായി. അതുകൊണ്ട് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു നമുക്ക് അബോർട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്ങാനൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ, കോപ്പർട്ടിയൊക്കെ ഇട്ടിട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അബോർഷൻ അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. കാരണം ഞാൻ ജിമ്പുവിനായിട്ട് ജിമ്പ് കഴിഞ്ഞ് അതുപോലെ അപ്പു ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ടൈമിലായിരുന്നു. സ്റ്റാർട്ടിങ് ടൈമല്ല, കുറച്ചൊക്കെ ഒരു 6 months ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കോപ്പർട്ടി ഇട്ടതിന് ശേഷം ഈ ബേബി വന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്, അതായത് ഇങ്ങനെയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അബോർട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ഞാൻ മൈൻഡിൽ വിചാരിച്ചിരുന്നു. പക്ഷേ ഒരു സർപ്രൈസ് പോലെയാണ് ആക്ച്വലി എനിക്ക് ആയി എന്നറിഞ്ഞപ്പം ഭയങ്കര ഹാപ്പിയാണ് തോന്നിയത്. എന്താ അറിയില്ല, ആദ്യം വേണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വന്നതല്ലേ എന്ന് വിചാരിച്ച്
എന്തോ മൈൻഡ് എനിക്കങ്ങ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് എനിക്ക് തന്നത്. അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫസ്റ്റ് വൺ മാത്രമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 2 പേരും അൺപ്ലാൻഡ് ബേബീസാണ്. അതുപോലെ തന്നെ ജിംബ് കുഞ്ഞായിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള കുറേ ടൈമൊക്കെ ആയിരുന്നു. നമ്മൾ ഓഫീസൊക്കെ ക്ലോസ് ചെയ്തു, കോവിഡ് ടൈം. അപ്പം ഇവള് ഭയങ്കര കുറുമ്പിയായിരുന്നു, ഭയങ്കര വാശിയായിരുന്നു, ഫുഡ് കഴിക്കില്ല, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊന്നും സമ്മതിക്കില്ല. അങ്ങനെ ഭയങ്കര കലിപ്പ് മൂടായിരുന്നു ആ സമയത്ത് ഞാൻ. പക്ഷേ അപ്പു ആയതിന് ശേഷം എനിക്ക് ഭയങ്കര മാറ്റങ്ങളുണ്ടായി. കാരണം അപ്പോൾ ഭയങ്കര ലവബിളാണ്. ജിംബു എന്ന് പറയുകയാണെങ്കിൽ ജിംബു കുറച്ചൊക്കെ വിനിച്ചേട്ടൻ്റെ പോലെയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ആൾക്ക് സ്നേഹമൊക്കെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിലും ജിംബു അങ്ങനെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യില്ല. പക്ഷെ അപ്പു നേരെ ഓപ്പോസിറ്റ്. അപ്പു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഷമമായി കഴിഞ്ഞാൽ അമ്മ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞ് അങ്ങനെ വരെ ചോദിക്കും. അതുപോലെ തന്നെ ലവ് തോന്നിക്കഴിഞ്ഞാൽ അതങ്ങ് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ സംസാരമാണെന്നുണ്ടെങ്കിലും ജിംബു അങ്ങനെ സംസാരിക്കാറുന്നില്ല. ഒരു 3 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ നന്നായിട്ട് സംസാരിക്കാനെങ്കിലും കുറച്ചെങ്കിലും സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. പക്ഷെ അപ്പൂസൻ ഭയങ്കര സംസാരമാണ്, ഭയങ്കര നമ്മളെ കൂടെ എല്ലാ പണികൾക്കും നമ്മളെ കൂടെ തന്നെ ഇരിക്കും. 2 പേരും 2 തരമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അപ്പൂസൻ കുറച്ച് കുറുമ്പൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പം ജിംബ് കുറച്ചൊക്കെ സെറ്റായി കേട്ടോ. കുറേ നാളായിട്ടില്ല. ഇപ്പോൾ ഒരു എൻ്റെ പ്രഗ്നൻസി ഒക്കെ തുടങ്ങിയൊരു പകുതിയൊക്കെ ആയപ്പോഴാണ് ആൾ കുറച്ചൊക്കെ ഒരു മെച്യൂരിറ്റി ലെവലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾക്കൊക്കെ. പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇവരേക്കാൾ അത്രയ്ക്കും കുഞ്ഞു കുട്ടിയാണ് ചില സമയത്ത്. പക്ഷെ കുറച്ചൊക്കെ മെച്യൂരിറ്റി വന്ന് ഇപ്പോൾ എനിക്ക് സെറ്റാവാൻ തുടങ്ങി കേട്ടോ 2 പേരും. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കരുത് എന്തെങ്ങനെ ഉരുട്ടിയൊക്കെ കഴിക്കുന്നതെന്ന്. ഞാൻ അങ്ങനെ പുട്ട്, പഴം, പപ്പടം അങ്ങനെയൊന്നും വീട്ടിൽ അങ്ങനെയൊന്നും കഴിക്കാറില്ല. തൃശ്ശൂരാകുമ്പോൾ അവിടെ കറികളൊക്കെ കൂട്ടിയിട്ടൊക്കെ കഴിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ നോർമലി പണ്ട് മുതലേ ഇങ്ങനെ കഴിക്കുമായിരുന്നു പഴം. കാരണം ഇവിടെയൊക്കെ നമുക്ക് പാടമുണ്ട്, അതുപോലെ വാഴക്കൃഷിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും അതുപോലെ നമ്മൾ പറമ്പിലാണെങ്കിലും നിറയെ വാഴയുണ്ട്, ചെറുപഴങ്ങളുടെ അങ്ങനെ കുറേ വാഴകളുണ്ട്. അപ്പോൾ എപ്പോഴും പഴം വീട്ടിലെപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മിക്കതും പുട്ടപ്പഴം പപ്പടമൊക്കെ നമ്മൾ കഴിച്ച് ശീലമായതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടം ഇങ്ങനെ ഉരുട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഒരാളെ ഇങ്ങനെ എൻ്റെ ബാക്കിൽ കാണിച്ചേട്ടോ, ഒരു പപ്പടക്കള്ളിയാണ്. എൻ്റെ മേലിൽ കൂടെ കസേരയിൽ കൂടെയൊക്കെ ഫുള്ള് പപ്പടാക്കി വെച്ചിരിക്കുക കേട്ടോ. വാമിപ്പാറുവാണിത്. ഇവിടെ അമ്മ പറയാണ് ഞാൻ ചക്കക്കുരു ഉണ്ടാക്കുമ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നറിയോ, ഇതിൻ്റെ ഈ ഭാഗം അങ്ങനെ കളയും, എന്നിട്ട് ഈ സംഭവമല്ലേ ഇതിങ്ങനെ കളയും. അപ്പം അമ്മ പറയണത് ഇങ്ങനെ നടുവിൽ ഇങ്ങനെ ആക്കുക. അപ്പം പെട്ടെന്ന് കിട്ടുമോ? രണ്ടും ഒരുപോലൊക്കെ തന്നെയാ. അല്ല കേട്ടോ, അല്ല ശരിയാ. ഓക്കെ. ഇതെന്താ സംഭവം എന്നറിയോ, കഴിഞ്ഞ പ്രാവശ്യം ചക്കക്കുരു ഉണ്ടാക്കിയപ്പോൾ ഒരു മണിക്കൂർ നേരങ്ങാനിരുന്ന് കാണും ചക്കക്കുരു ഉണ്ടാക്കാനായിട്ട്. ഒന്നാമത് ഇപ്പം ഭയങ്കര സ്പീഡ് കുറവാണ്, പിന്നെ അതിന് കുറച്ച് ശക്തിയൊക്കെ പിടിക്കുന്നതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അമ്മ പറയായിരുന്നു നടുവിലങ്ങ് മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തൊലി കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ എനിക്കതങ്ങ് ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗം അങ്ങ് ചെത്തിക്കളഞ്ഞ് അങ്ങനെ തൊലി എടുക്കുന്നതായിരുന്നു ഞാൻ പൊതുവേ ചെയ്തിരുന്നത്. പക്ഷേ അമ്മ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ശീലിച്ചതല്ല, എനിക്ക് വയ്യമ്മ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ ഈ നടുവിൽ പൊളിച്ചപ്പം ഈസി ആയിട്ട് പോകുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇത് വാമിക്കുട്ടൻ്റെ മമ്മി ചിഞ്ചുമേമ കെട്ടിക്കൊടുത്ത സ്റ്റൈലാണ്. അപ്പോൾ അപ്പൂസൻ അടിപൊളിയായിട്ടിരുന്ന് പണിയൊക്കെ എടുക്കും കേട്ടോ. അപ്പൂസൻ അത് കഴിഞ്ഞത് വരെ ഇല്ല, ഒന്ന് ഏകദേശം 3/4 ഭാഗം ആവുന്നത് വരെ ആൾ കറക്റ്റ് തൊലിയൊക്കെ കളഞ്ഞ് എനിക്ക് ഹെൽപ്പ് ചെയ്തു കേട്ടോ. വാമിക്കുട്ടനെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ചിഞ്ചും ബേബി അവിടെ ആയതുകൊണ്ട് വാമിക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകണം. അതുകൊണ്ട് ഇവിടെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ ആൾക്ക് പറ്റുന്നില്ല. പക്ഷേ അപ്പൂസൻ്റെ അമ്മ ഇവിടെ ആയതുകൊണ്ട് അപ്പൂസൻ ഇവിടെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പൂസന് ചക്കക്കുരുവിൻ്റെ തൊലി കളയുക, പയറിൻ്റെ കുരു എടുക്കുക, ഉള്ളിയുടെ തൊലി കളയുക, ഈ വക പണികളൊക്കെ അപ്പൂസന് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചക്കക്കുരു ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അടുത്ത പണി വേഗം തന്നു. കാരണം വേഗം പണികളൊക്കെ തീർത്തിട്ട് വേണം അവർക്ക് വാക്സിൻ വയ്ക്കാൻ പോകാനായിട്ട്. അപ്പം ഇന്ന് പെരിന്തൽമണ്ണയ്ക്കാണ് പോകുന്നത്. പിന്നെ അവർ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്.
അപ്പോൾ പോകുന്നതിന് മുന്നേ എല്ലാം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെസ്റ്റും ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ ഇപ്പം 35 വീക്സ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം എന്നേക്കാണ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എപ്പോൾ വേണമെങ്കിലും ഡെലിവറി നടക്കാം, എപ്പോൾ വേണമെങ്കിലും ഓടാം എന്നൊക്കെ വിചാരിച്ച് അമ്മയുടെയും അപ്പൂൻ്റെയും ജിംബു പിന്നെ 2 ദിവസം കഴിഞ്ഞ് പോകില്ലെന്ന് വെച്ചാൽ ജിംബുവിൻ്റെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഞങ്ങളുടെതെല്ലാം ബേബിയുടെയും ഒക്കെ പാക്കിങ് കഴിഞ്ഞു കേട്ടോ. പെരിന്തൽമണ്ണയിൽ നിന്നാണ് കൂടുതൽ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചത്. കാരണം നമ്മളിവിടെ കരിങ്കലത്താണെങ്കിൽ അങ്ങനെ കൂടുതൽ കളക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെരിന്തൽമണ്ണയിൽ തന്നെയാണ് എല്ലാ ഐറ്റംസുകളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ ബേബീസിൻ്റെ. അപ്പോൾ ഇത് ബേബീനെ കുളിയൊക്കെ കഴിഞ്ഞ്, കാരണം ഇനി 2 ദിവസം കുളിപ്പിക്കാൻ പറ്റില്ല. കാരണം വാക്സിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പനിയൊക്കെ ആകുമ്പോൾ പിന്നെ കുളിപ്പിക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ആളെ കുളിപ്പിച്ച് സുന്ദരിയാക്കി ഞാനൊരു ബ്ലാക്ക് ഉടുപ്പ് ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉടുപ്പ് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. നല്ല സുന്ദരി കുട്ടിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അത് ഈ 2 കുഞ്ഞു സുന്ദരികളൊക്കെ റെഡിയാക്കി വിട്ടിട്ടുണ്ട് ഞാൻ ഒരേപോലെ. കാരണം അപ്പൂസന് പാൻസാണ് ഇഷ്ടം, അതും പോക്കറ്റ്സ് ഉള്ള പാൻറ്റുകൾ വേണം. ജിംബുവിന് അങ്ങനെ കുഞ്ഞായിരുന്നപ്പം അങ്ങനെ നിബന്ധനകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പൂന് നേരെ തിരിച്ചേട്ടോ. അപ്പൂന് ഓരോ ഡ്രസ്സിങ്ങിന് ഇങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം മുരിങ്ങയുടെ ഇല ചക്കക്കുരു കറിയൊക്കെ ആയി, അത് പാത്രത്തിലേക്ക് മാറ്റാനൊക്കെ ആയിട്ട് വെച്ചിരിക്കും കേട്ടോ. അപ്പോഴേക്കും ഇതേ വണ്ടി വന്നപ്പോൾ ഇതേ ചെരുപ്പ് ഇട്ട് കൊടുക്കൽ ഭയങ്കര ടാസ്ക്കാണ്. കാരണം കിട്ടുന്ന ചെരുപ്പാണ് 2 പേർക്കുള്ളത്, ഒരേപോലത്തെ ചെരുപ്പാണ്. പപ്പയും അമ്മയും കൂടെ എവിടേക്ക് ഒരു ദിവസം പോയപ്പോൾ 2 പേർക്കും വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് കുഞ്ഞു ബേബി സൂചി വയ്ക്കാൻ പോവാണ് ഗൈസ്. മേമക്കുട്ടനും സുന്ദരിയായിട്ടുണ്ട്. മേമക്കുട്ടൻ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. സത്യത്തിൽ ഈ പ്രഗ്നൻ്റ് ആകുമ്പോൾ നൈറ്റി, അതുപോലെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് നാളും മഞ്ഞളും കുറച്ച് പ്രസവരക്ഷയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോഴും നൈറ്റിയാണ് വേണ്ടത്. കാരണം നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ടെങ്കിൽ ആകെ അതിൽ മഞ്ഞളും ഒക്കെ ആയിട്ട് വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ ആ സമയത്തും കുറച്ച് നാൾ നൈറ്റിയായി. പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു നല്ല ഡ്രസ്സ് ഇട്ടെങ്കിൽ ഒരു കംഫർട്ടാണ്. അതൊരു വേറൊരു ഹാപ്പിനെസ് തന്നെയല്ലേ. അങ്ങനെ ഞാനിന്ന് ഒറ്റയ്ക്കാണ്. അവരൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ഒരു പെരിന്തൽമണ്ണയ്ക്കാണ് പോകുന്നത്. ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങോട്ട് പോകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കലൊക്കെ നടക്കുള്ളൂ. ആരുമില്ല. ജിംബു ഇല്ല, വാമി ഇല്ല, അപ്പു ഇല്ല, കുഞ്ഞു ബേബി ഇല്ല. പക്ഷെ രസം കേട്ടോ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ബോറടിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞതേ അവർ ടി വി ഒക്കെ ഓണാക്കി വെച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടോ. ബൂബ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കാർട്ടൂണായിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ റെസ്റ്റിങ്ങിനൊന്നും കൂടുതലും ഞാൻ നിന്നില്ല. കാരണം അവർ വരുമ്പോഴേക്കും എങ്ങാനും ചിലപ്പോൾ അവർ ബേബിയൊക്കെ കരയുവാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ ചാൻസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വേഗം കുറേ പണികളുണ്ടായിരുന്നു, അടുക്കളയിൽ കുറേ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ കുറേ നാളായി ഞാൻ റീത്ത് ചേച്ചീനെ കോൾ ചെയ്തിട്ട്, നമ്മളൊരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവർ ഞാൻ കുറേ നാളായി സംസാരിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അച്ചുക്കുട്ടനായിട്ട് കുറച്ച് നേരം വീഡിയോ കോൾ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി, മക്കളൊന്നും വരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു. ഇന്ന് മുരിങ്ങയില ചക്കക്കുരു കറി ഉണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റും പയറും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ആക്ച്വലി ക്യാരറ്റ് ബീറ്റ്റൂട്ട് അങ്ങനെ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ പയറൊക്കെ ഇട്ടത് കൊണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നേ. പിന്നെ ഞാനൊരു ഡബിൾ ഓംലെറ്റ് അടിച്ചു, ജസ്റ്റ് സോൾട്ട് ആൻഡ് പെപ്പർ. അടിപൊളിയായിരുന്നു കേട്ടോ ലഞ്ച്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കൂടുതൽ റെസ്റ്റിങ് ചെയ്തില്ല കേട്ടോ. കാരണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അത്യാവശ്യമൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ക്ഷീണമൊക്കെ പോയി കേട്ടോ. അപ്പോൾ വേഗം തന്നെ അടിച്ചു വാരി. കാരണം അവർ വരുമ്പോഴേക്കും നല്ല ടയർഡായിട്ടുണ്ടായിരിക്കും. നല്ല ഉച്ച സമയമല്ലേ, ഭയങ്കര വെയിലല്ലേ ഇപ്പം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ റോഡ് ഭയങ്കര മോശമാണ്. റോഡ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും നമ്മൾ വീടിന് അടുത്തെത്തുന്ന ഭാഗം പൂവത്താണിന്നൊക്കെ ഇങ്ങോട്ട് ഭയങ്കര മോശം റോഡാട്ടോ. അപ്പം നടുവൊക്കെ അമ്മയുടെയൊക്കെ ഊപ്പാട് തീർന്നിട്ടായിരിക്കും വരിക. അപ്പോൾ പണികളൊന്നും ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് വയ്ക്കില്ല. അതുകൊണ്ട് ഞാൻ വേഗം അടിച്ചു വാരി തുടയ്ക്കാൻ നിന്നില്ല. തുടയ്ക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ എത്തി. അപ്പോൾ കുഞ്ഞു ബേബീനെ ആദ്യം അമ്മ കൊണ്ടുവന്നു കേട്ടോ. കുഞ്ഞു ബേബി നല്ല കരച്ചിലായിരുന്നു. 2 കാലിലും ഒരു കയ്യിലായിരുന്നു ഇഞ്ചക്ഷൻ. പക്ഷേ കയ്യിൻ്റെത് നൈസായിട്ട് ആൾക്ക് രക്ഷപ്പെട്ടു കേട്ടോ. അവിടെ മരുന്നുണ്ടായില്ല.
അപ്പോൾ 2 കാലിന് കെട്ടിയിട്ടുണ്ട്. നല്ല കരച്ചിലായിരുന്നു ആളെ. പിന്നെ 2 ബേബികളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പൂസനും വാമിക്കുട്ടനും. ബേബി നല്ല കരച്ചിലായിരുന്നു അന്ന് രാത്രി ഫുള്ള് നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.